Hello students, we are now moving to tunnel effect. I have already introduced what is tunneling. In the previous video we have seen what is the definition of tunneling. As the name indicates, it is a tunneling process. അതായത് ഒരു പാർട്ടിക്കിൾ എനർജി കുറഞ്ഞ ഒരു പാർട്ടിക്കിൾ എനർജി കൂടിയ ഒരു പൊട്ടൻഷ്യൽ ബാരിയറിൽ എത്തുന്ന സമയത്ത് ആ പൊട്ടൻഷ്യൽ ബാരിയറിനെ ഓവർകം ചെയ്ത് അത് ട്രാവൽ ചെയ്യാൻ അതിന് കഴിയാത്തത് കൊണ്ട് അത് എന്ത് ചെയ്യുന്നു, ആ ഒരു ബാരിയറിലൂടെ ഒരു ടണലിലൂടെ പോകുന്ന രീതിയിൽ ടണൽ ചെയ്ത് പോകുന്നു. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഏത് രീതിയിൽ നമുക്ക് മാത്തമാറ്റിക്കലി മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. സോ here we consider the situation that which is diagrammatically shown in the previous video, that is a particle is approaching a potential hill. Then a particle of energy E which is less than u of the potential barrier and width of the potential barrier is L. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. L width ഉള്ള ഒരു പൊട്ടൻഷ്യൽ ബാരിയറിനെ യു എന്ന ഹൈറ്റ് ഉള്ള ഒരു പൊട്ടൻഷ്യൽ ബാരിയറിനെ അപ്രോച്ച് ചെയ്യുന്ന ഈ എനർജി ഉള്ള ഒരു പാർട്ടിക്കിൾ. ആൻഡ് ദ കണ്ടീഷൻ ഈസ് ദാറ്റ് ഇ ഈസ് ലെസ് ദാൻ യു. ദെൻ ഔട്ട്സൈഡ് ദ ബാരിയർ ദ റീജിയൻസ് ആർ region 1 and region 3 and inside the barrier the region is region 2. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു പൊട്ടൻഷ്യൽ വെല്ലിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ഏരിയ എന്നുള്ളത് നമ്മൾ പറയുന്നത് ആ രീതിയിലാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ റീജിയൻ 1 റീജിയൻ 3 എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്സൈഡ് റീജിയൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഈ രീതിയിൽ പൊട്ടൻഷ്യൽ വെൽ ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വി ക്യാൻ ഡ്രോ. അതാണ് പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത്. പാർട്ടിക്കിൾ വരുന്നത് ഇവിടെ നിന്നാണ്, പോകുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ റീജിയൻ 1 ഇവിടെയും റീജിയൻ 2 ഇൻസൈഡ് റീജിയൻ 3 ഔട്ട്സൈഡ് റീജിയനുമാണ്. അപ്പോൾ 1 എന്ന് പറയുന്ന റീജിയനിലൂടെ വന്ന് 2 എന്ന റീജിയനിലൂടെ കടന്ന് 3 എന്ന റീജിയനിലേക്ക് പോകുന്നു. സോ 2 എന്ന റീജിയൻ പൊട്ടൻഷ്യൽ ബാരിയറിനകത്ത് കിടക്കുന്ന റീജിയനാണ്. 1 and 3 ആർ ദ റീജിയൻസ് ഔട്ട്സൈഡ് ദ പൊട്ടൻഷ്യൽ ബാരിയർ. സോ ദാറ്റ് ഈസ് ദ കേസ് ദാറ്റ് യു ഹാവ് ടു ഡിസ്കസ്. ഓക്കെ, നൗ we can write Schrodinger equations of the particle in the regions 1 and 3. റീജിയൻ 1ഉം റീജിയൻ 3യും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേപോലെയുള്ള കേസുകളാണ്. അതായത് അവിടെ നമുക്ക് യു പൊട്ടൻഷ്യൽ എനർജി ഇല്ല, കാരണം പൊട്ടൻഷ്യൽ ഹില്ല് വരുന്നത് ആ ഒരു റീജിയനിൽ മാത്രമാണ്, റീജിയൻ 2ൽ മാത്രമാണ്. സോ യു ഈക്വൽ ടു 0 ഇൻ റീജിയൻ 1 ആൻഡ് റീജിയൻ 2. സോ ദാറ്റ് യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് equations as 5.73 and 5.74. This derivation is given in the appendix part of quantum mechanics chapter in the textbook of Arthur Baser. അപ്പോൾ അത് തന്നെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇക്വേഷൻസ് ഫോർ റീജിയൻസ് 1 and region 3 ആർ ഗിവൺ ആസ് d square psi 1 by dx square plus 2m by h cross square e psi 1 is equal to 0. It is designated as 5.73. Then third region, that is after this potential hill area, it is d square psi 3 by dx square plus 2m by h cross square e psi 3 equal to 0. It is designated as equation 5.74. അപ്പോൾ നമ്മൾ പാർട്ടിക്കിളിൻ്റെ ബോക്സ് എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ ചെയ്ത ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ വരുന്നത്. ഇക്വേഷൻ ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. സിമിലർലി ഇറ്റ് ക്യാൻ ബി സോൾവ്ഡ്. ഇതേ രീതിയിൽ നമുക്കത് സോൾവ് ചെയ്ത് ജസ്റ്റ് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ അസ്യൂം ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. സോ വെൻ യു അസ്യൂം ദ സൊല്യൂഷൻ യു വിൽ ബി ഗെറ്റിംഗ് ദ സൊല്യൂഷൻ ആസ് psi1 ഈസ് ഈക്വൽ ടു a e raised to I k1x plus b e raised to minus I k1s, ഇക്വേഷൻ നമ്പർ 5.75. psi 3 ഈക്വൽ ടു f, വേറെ രണ്ട് കോൺസ്റ്റൻസ് എടുത്തു, അത്രയേ ഉള്ളൂ, f e raised to I k1x plus g e raised to I k1s, ഇക്വേഷൻ നമ്പർ 5.76. ഇത് രണ്ടും ഈ രീതിയിലുള്ള ഒരു ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പോസിബിൾ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ കേസിൽ നമ്മളതിനെ സൈനും കൊസൈനുമായിട്ടാണ് സൊല്യൂഷൻ എഴുതിയതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രീതിയിൽ എക്സ്പോണൻഷ്യൽ സൊല്യൂഷനായിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി ഇതിൽ K1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വേവ് നമ്പർ ഔട്ട്സൈഡ് ദ ബാരിയർ.
ഓക്കെ, അപ്പോൾ ഇൻസൈഡ് ദ ബാരിയറും ഔട്ട്സൈഡ് ദ ബാരിയറും വേവ് നമ്പർ കെയ്ക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ K1 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. K1 is the wave number outside the barrier and it is given by K is equal to root of 2me divided by h cross, that you know. Kയുടെ ഇക്വേഷൻ root of 2me divided by h cross ആണ്. ഇവിടെ K1 എന്ന് കൊടുത്തു എന്ന് മാത്രം. Discussed right about the wave number K1. K1 which is represented as root of 2me divided by h cross, and it is actually K1 is equal to 2 pi by lambda. നമുക്കറിയാവുന്ന ഇക്വേഷൻ K wave number is equal to 2 pi by lambda എന്നുള്ള ഇക്വേഷൻ ആണ്, and it is 2 pi by lambda and is equal to P by h cross. Now this is the case of wave number outside the barrier. Then the wave number of the de Broglie wave, അതായത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേവ് നമ്പർ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിൻ്റെ, അതായത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന മെറ്റീരിയൽ പാർട്ടിക്കിളിൻ്റെ കറസ്പോണ്ടിങ് de Broglie വേവ് ലെങ്ത്തിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നൗ വി ഹാവ് the exponential equation e raised to I theta as e raised to I theta equal to cos theta plus I sin theta, and e raised to minus I theta is equal to cos theta minus I sin theta. These solutions are equivalent to the equations that we have discussed. Okay, അപ്പോൾ നമുക്കറിയാം നേരത്തെ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻസ്, അതായത് പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ കേസിൽ വാട്ട് വി ഹാവ് derived is, so the solution assumed was in the form of sines and cosines, but here I have written the solutions as exponential solutions. But by this equation, that is e raised to I theta equal to cos theta plus I sin theta, and e raised to minus I theta is equal to cos theta minus I sin theta, these two solutions are approximately equal. They are equivalent to each other. Now the values of coefficients are to be determined. They will be different. The values of the coefficients in the case of particle in a box was found out as a is equal to 0, either a is equal to root of 2 by L and b is equal to 0, but it will not be the same here in this case. So we have to evaluate that, or we have to comment on that. So that is only difference. Now ഇതിൽ പല ടേംസ്, നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ പല ടേംസും പല രീതിയിലാണ് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് psi1 എന്ന് പറയുന്നതാണ്. psi1 സെക്കൻഡ് സൊല്യൂഷൻ psi3 ആയിട്ടാണ് എടുക്കുന്നത്. ഫസ്റ്റ് സൊല്യൂഷൻ psi1ൽ രണ്ട് പാർട്ടുണ്ട്, psi1 പ്ലസും psi1 മൈനസും ഉണ്ട്. ഈ psi1 പ്ലസും psi1 മൈനസും എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, psi1 പ്ലസ് എന്ന് പറയുന്നത് psi1 എന്ന പാർട്ടിക്കിളിൻ്റെ തന്നെ ആ പൊട്ടൻഷ്യൽ ഹില്ലിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ psi1 പ്ലസ് എന്ന് മാർക്ക് ചെയ്തത്. അവിടെ നിങ്ങൾക്ക് 5.78 എന്ന് പറയുന്ന ഇക്വേഷൻ കാണുന്നുണ്ടാവും. ഈ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് the part of the de Broglie wave that is approaching the potential hill. Okay, approaching potential hill. ആ പൊട്ടൻഷ്യൽ ഹില്ലിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന രണ്ട് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്, ഈ വരുന്ന വേവ് ഒന്നുകിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോവാം, അതല്ല എന്നുണ്ടെങ്കിൽ ആ വേവ് പാർട്ടിക്കിൾ ടണൽ ചെയ്ത് മൂന്നാമത്തെ റീജിയനിലേക്ക് പോവാം. അങ്ങനെ രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ റീജിയൻ 1ൽ psi1 എന്ന് പറയുന്ന സൊല്യൂഷൻ ഏത് വേവിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി ദ സം ഓഫ് ബോത്ത് ഇൻകമിങ് ആൻഡ് റിഫ്ലക്റ്റഡ് വേവ്സ്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് റിട്ടൺ ആസ് psi1 പ്ലസ് ആൻഡ് psi1 മൈനസ്. യു ക്യാൻ സീ ഇക്വേഷൻ 5.80 here. 5.80 is given, that is psi1 is equal to psi1 plus plus psi1 minus. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് റീജിയൻ 1 എന്ന് പറയുന്ന റീജിയനിൽ രണ്ട് തരത്തിലുള്ള വേവ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് പൊട്ടൻഷ്യൽ ഹില്ലിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന വേവാണ്, രണ്ടാമത്തേത് അതിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന വേവാണ്. The reason is that whole of the de Broglie wave cannot tunnel through this region. So there will be a reflection of the waves. സോ റീജിയൻ 1ലുള്ള psi1 എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻകമിങ് വേവിനെ മാത്രമല്ല റിഫ്ലക്റ്റഡ് വേവിനെയും കൂടിയാണ്. സോ psi is equal to psi1 plus and psi minus. This psi1 plus is represented by first part, that is a e raised to I k1x. You can see equation 5.78. psi1 plus is equal to a e raised to I k1x, and you can see equation 5.79. The reflected wave is represented as psi1 minus, and psi1 minus is b e raised to minus I k1x. So ഈ രണ്ട് ടേമിൻ്റെയും സം ആയിരിക്കും ടോട്ടൽ വേവ് ഫംഗ്ഷൻ അറ്റ് റീജിയൻ 1 എന്ന് പറയുന്നത്. psi1 is equal to psi1 plus plus psi1 minus.
Okay, so that is the case, or that is about the wave function in region 1. I hope this much is clear to you. It's about wave function in region 1. Then I will come to region 3. I hope up to this point you are clear.